അമ്പലത്തിൽ വെച്ച് ഭൂമി സത്യനെ കാണുകയാണ്. ഈ സമയം എന്താ സാർ ഇവിടെ ചോദിക്കുമ്പം ഞാൻ അമ്പലത്തിൽ വന്നാ മോളെ, കുറെ പരാതി പറയാനുണ്ട്, പരാതിയെല്ലാം കേൾക്കാനും അയാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുമ്പം ആരും ഉദ്ദേശിച്ചേ അല്ല, നമ്മുടെ ദൈവത്തെ തന്നെയാന്ന് പറയുന്നുണ്ട്. എന്തു പറ്റി ഇത്രയ്ക്ക് വിഷമം? എൻ്റെ മകളെയും ഭാര്യയും കാണാതായിട്ട് ഇത്ര കൊല്ലം കഴിഞ്ഞു, എവിടെയൊക്കെ അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. ആ പരാതി പറയാൻ വന്നതാ. എല്ലാവരെയും എല്ലാ പ്രശ്നങ്ങളും നീക്കുന്ന ദൈവമല്ലേ, എൻ്റെ പ്രശ്നങ്ങളോടൊന്ന് കേൾക്കട്ടെ എന്ന് പറയാൻ വന്നതാ. ഭൂമി മോളെ, നിന്റെ കാര്യം അതുപോലെ തന്നെയാണല്ലോ എന്ന് പറയുമ്പം എന്ത് ചെയ്യാനാ സാർ, ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ ജയിലിലും, ഞാൻ ഇങ്ങനെ നടക്കുകയല്ലേ എന്ന് പറയുമ്പം അത് സാരയില്ല, അതൊക്കെ വിഷമമൊക്കെ, മോളുടെ വിഷമമൊക്കെ പമ്പ കടന്നോളും, എല്ലാം മാറിക്കോളും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം പൂജാരി എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ദേ ഈ ഭൂമി മോളുടെ പ്രാർത്ഥിക്കാൻ, ഭൂമി പ്രാർത്ഥിച്ച അച്ചട്ടായിട്ട് ഫലിക്കുമെന്നാ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. അത്രയ്ക്ക് ശക്തിയാ ഈ കുട്ടിയുടെ പ്രാർത്ഥനയ്ക്ക് എന്ന് പറയുമ്പം ആണോ മോളെ, എങ്കിലേ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഭാര്യയും മകളും എത്രയും വേഗം എൻ്റെ അരികിലേക്ക് വരാൻ ഉറപ്പായും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അകത്തേക്ക് കയറി പോവാണ്. പൂജാരി അദ്ദേഹത്തിന് പ്രസാദം കൊടുക്കുന്നുണ്ട്. പ്രസാദം വാങ്ങിക്കൊണ്ട് സത്യൻ താഴേക്ക് പോവാണ്, പടികളിറങ്ങി. അങ്ങനെ ഭൂമി അകത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം, അതുപോലെ എൻ്റെ അച്ഛൻ്റെ കൊലപാതകി ആരാണെന്ന് എത്രയും പെട്ടെന്ന് തെളിയണം. അത് മാത്രമല്ല, ഇപ്പം എന്നെ മോളെപ്പോലെ കരുതുന്ന ആ സത്യൻ സാറിൻ്റെ ഭാര്യയും മകളെയും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്പലത്തിലിങ്ങനെ ബെല്ല് കേൾക്കുന്നത് പോലെ ആ മണി അടിക്കുകയാണ്. ഞാനീ പറഞ്ഞത് ഇതിൻ്റെ തെലുങ്ക് വേർഷനായ സീരിയലിൻ്റെ തെലുങ്ക് വേർഷനുണ്ട്, അത് കണ്ടിട്ടുള്ള റിയൽ സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ താഴേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. സത്യൻ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം ഭവാനി ഈ അമ്മേനെയും മകളെയും കൊന്നേക്കാൻ പറഞ്ഞുകൊണ്ട് കാർ ആക്സിഡൻ്റ് ആക്കിയിരുന്നല്ലോ. ആ കാറിൻ്റെ ഡ്രൈവർ പുരുഷോത്തമൻ എന്നൊരാളാണ്. അയാളാണ് ആ കാറിൽ അവർ രണ്ടുപേരെയും കൊണ്ടുപോയത്. അന്നാണ് ആ കാറും ആ ആക്സിഡൻ്റ് ആയതിനു ശേഷം അവർ രണ്ടുപേരെയും കാണാതെ പോയതും പുരുഷോത്തമൻ എന്ന ഡ്രൈവറെ കാണാതെ പോയതും. അങ്ങനെ അദ്ദേഹം അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം നേരെ ഓപ്പോസിറ്റ്, അതായത് റോഡിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുകയാണ് പുരുഷോത്തമൻ. പുരുഷോത്തമൻ്റെ ഒരു കാല് പോയിട്ടോ, ഒരു കാലേ ഉള്ളൂ. ഒന്ന് ഇങ്ങനെ മറ്റേ കാലിന് വേണ്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അതും വെച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത്. സ്റ്റിക്കിലിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടന്നു വരികയായിരിക്കും. ആ സമയത്താണ് സത്യൻ സാറിനെ കാണുന്നത്. സത്യൻ സാറേ സത്യൻ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ അത് സത്യൻ സാറ് കേൾക്കുന്നില്ല. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരു വണ്ടി വന്ന് അദ്ദേഹത്തെ ഇടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. സത്യനും അവിടെ കൂടുന്ന ആളുകളുമെല്ലാം ഓടി വരികയാണ്. ഓടി വന്ന് നോക്കുമ്പോഴേക്കും സത്യൻ സാറേ, എന്നെ മനസ്സിലായോ, ഞാൻ പുരുഷോത്തമനാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും പൊട്ടി ചോരൊഴുകാണ്. താൻ ഇത്ര വർഷം എവിടെയായിരുന്നല്ലോ, എൻ്റെ ഭാര്യയും മക്കളും മകളും എന്ന് പറയുമ്പം സാർ, നിങ്ങളുടെ ഭാര്യയും മകളെയും കൊണ്ടുപോയത് ഞാനാ. അന്ന് കാർ ആക്സിഡൻ്റ് ആയി, എല്ലാം എൻ്റെ കയ്യിലെ കുറ്റമാണ്, അവരന്നും മിസ്സായതാണ് എന്ന് പറയുമ്പം എവിടെയാണോ എൻ്റെ ഭാര്യ മോള് എവിടെയാ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ സത്യൻ സാറാണെങ്കിൽ അയാളെ എടുത്ത് ആംബുലൻസിലാക്കിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് അജയോട് പറയുന്നുണ്ട്, ആ പുരുഷോത്തമനെ കണ്ടു കിട്ടി, എൻ്റെ ഭാര്യ മകളും ജീവനോടെ ഉണ്ടെന്നാണ് അയാൾ പറഞ്ഞത്, രണ്ടുപേർക്കും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ വരാം അമ്മാവ എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഭവാനി വീട്ടിലുള്ളവരെല്ലാം നിൽക്കുകയാണ്. എന്താ ഒരു പുതിയ വാർത്ത അഭിരാമി മോളെക്കുറിച്ചും ശാരദയെക്കുറിച്ചും എന്ന് ചോദിക്കുകയാണ്. ദേ ഇപ്പം ഏതോ ഒരു പുരുഷോത്തമനെ അങ്ങാണ്ട് കണ്ടു കിട്ടിയെന്ന്, പണ്ടത്തെ ഇവിടുത്തെ അങ്ങാണ്ട് ഡ്രൈവർ, അതെ ഇവിടുത്തെ പണ്ടത്തെ ഡ്രൈവറായിരുന്നു പുരുഷോത്തമൻ, അന്നവരെ കാണാതായതോടുകൂടി അയാളെയും കാണാതെ പോയതാ എന്ന് പറയുന്നുണ്ട്. അയാളെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് ഇപ്പം അമ്മാവൻ വിളിച്ചു. ഇത് കേട്ട് ഞെട്ടി വിറയ്ക്കുകയാണ് നമ്മുടെ ഭവാനി. ഇപ്പോൾ എന്ത് പറഞ്ഞു, ഹോസ്പിറ്റലുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. പോകുന്ന വഴിക്ക് ഒരു കുറുക്ക് ചാടി വരുമ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ വണ്ടിക്കിട്ട് ഇടിക്കുകയാണ്. അജയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, റോങ് സൈഡ് കയറി വന്ന് ഇടിക്കുകയായിരുന്നു. ഭൂമി പെട്ടെന്ന് താഴെ വീഴുന്നുണ്ട്. എന്താണോ കണ്ണ് കാണില്ലെന്ന് പറഞ്ഞ് നോക്കുന്നത് അജയുടെ മുഖത്തേക്കാണ്. എന്താ സാർ ഇത്, പോലീസുകാർക്ക് നിയമം തെറ്റിക്കാവോ, റോങ് സൈഡ് കയറി വന്ന് ഇരിക്കുകയാണോ, നോക്കിയിട്ടുണ്ട് വണ്ടി എടുക്കാമെന്നൊക്കെ ചോദിക്കുമ്പം സോറി, ഒരു അർജൻറ്റ് കോൾ വന്നു ഹോസ്പിറ്റലിൽ നിന്ന്, അങ്ങോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്.
അർജുനാന്നും പറഞ്ഞ് ബാക്കിയുള്ള ജീവന് യാതൊരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കാണ്. ഭൂമിയുടെ കൈ പൊട്ടി ചോര വരുന്നുണ്ട്. എഴുന്നേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും വേണ്ട എന്ന് പറയാണ്. കൈ താന്നും പറഞ്ഞുകൊണ്ട് അജയ് കൈ നീട്ടുമ്പം ഭൂമി കൈ നീട്ടുന്നുണ്ട്. അങ്ങനെ അവളുടെ കയ്യിൽ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട്. വണ്ടിയും എടുത്തു വെക്കാണ്. എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പം ഞാൻ അത്യാവശ്യമായിട്ട് കടയിലേക്ക് പോവായിരുന്നു എന്ന് പറയുന്നുണ്ട്. വാ ഇപ്പൊ പോവണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആക്കാം, കൈ ചോര വരുന്നുണ്ട്. അവന്ന് സാറിലെന്ന് പറയുമ്പം പറഞ്ഞാൽ കേൾക്കെന്നും പറഞ്ഞുകൊണ്ട് ആ സ്കൂട്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം അജയ് ഭൂമിയെ ബൈക്കിലിരുത്തിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ഭവാനി അപ്പോൾ തന്നെ നേരെ മുറിയിലേക്ക് പോവാണ്. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പുരുഷോത്തമൻ തിരിച്ചെന്നോ? അന്ന് അയാളുടെ പിന്നെ വേറെ അറിവില്ലാഞ്ഞപ്പം അയാളും തീർന്നെന്നാ കരുതിയത്. ഇപ്പോൾ അയാളുടെ ജീവനോടെ ഉണ്ടോ? ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു? അങ്ങനെ നോക്കുമ്പം ശാരദ ജീവനോടെ കാണുമോ? ഇതിപ്പോ എല്ലാവരും ഒരുമിക്കുന്ന ലക്ഷണമായല്ലോ. ഇതുവരെ കാണാതിരുന്ന അഭിരാമി എൻ്റെ കൺമുമ്പിൽ വന്നു. അതുപോലെ ശാരദയും, അതുപോലെ ആ പുരുഷോത്തമൻ എത്തി. എല്ലാവരും കൂടി ഒരുമിച്ച് കയറാൻ നോക്കുകയാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഭവാനിക്ക് സമനില തെറ്റിയ പോലെ അങ്ങോട്ടും കൊണ്ട് നടക്കാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് സത്യനോട് പറയാണ് അദ്ദേഹത്തിന് ബോധം വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അജയ് വരാണ്. അമ്മാവ എന്താന്ന് ചോദിക്കുമ്പം ദേ അയാൾക്ക് ബോധം വന്നു, അങ്ങോട്ട് പോകാം. ഭൂമി ദേ അതാ സെക്ഷൻ, അങ്ങോട്ടേക്ക് പോയിട്ട് മരുന്ന് വെച്ചേക്കാവോ? അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. സാരല്ല സാർ, ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി അങ്ങോട്ട് പോവാണ്. നമ്മുടെ അജയുടെ ഫ്രണ്ടും കൂടെയുണ്ട് കേട്ടോ. കൂടെ അജയുടെ ഫ്രണ്ടും സത്യനും അതുപോലെ അജയും കൂടെ കൂടിയിട്ട് ആ മുറിയിലേക്ക് ചെല്ലാണ്. ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയായിരിക്കും അദ്ദേഹത്തെ. നെറ്റി പൊട്ടിയത് കൊണ്ട് തലയിൽ കെട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഡോ താൻ എത്ര കാലമായി? 23 വർഷമായില്ലേ താൻ കാണാതെ പോയിട്ട്? എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് ചോദിക്കുകയാണ്. സാർ അതൊന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ വലിയ കഥയാ. എൻ്റെ അവസ്ഥ സാർ കണ്ടല്ലോ. ആ ആക്സിഡന്റിൽ എൻ്റെ ഒരു കാല് പോയി. എൻ്റെ ഭാര്യയും എൻ്റെ മകളും എവിടെയോ എന്ന് ചോദിക്കുകയാണ്. സാർ അതിൻ്റെ എല്ലാം കാരണക്കാരൻ ഞാനാ. എന്നെക്കൊണ്ട് അയാളെ ചെയ്യിപ്പിച്ചതാ. ആര് ചെയ്യിപ്പിച്ചു? സാറിൻ്റെ ഭാര്യയും മകളെ കൊല്ലാനായി ഏൽപ്പിച്ചത്. പക്ഷേ രണ്ടുപേരും മരിച്ചില്ല. ആക്സിഡന്റില് മോള് തെറിച്ചു വീണു. നിങ്ങളുടെ ഭാര്യയ്ക്ക് തലയ്ക്ക് നല്ല അടിയേറ്റു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും എവിടെടോ എന്നൊക്കെ ചോദിക്കാണ്. ഡാ എന്ന് വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ വേറെ ആരുമല്ല, ഭവാനി ആ ഹോസ്പിറ്റൽ മുറിലേക്ക് കയറുകയാണ്. ഡോ എവിടെയാടാ ശാരദയും അഭിരാമിയും? പറയടാ എന്നും പറഞ്ഞുകൊണ്ട് പുരുഷോത്തമന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. തൻ്റെ പേര് പറയില്ല എന്ന് ഉദ്ദേശിച്ചത് കൂടിയിട്ട് ആ സെക്കൻഡിൽ അയാൾ പറയാൻ പോയപ്പം തടഞ്ഞു കയറിയതാണ്. പറയടാ എവിടെയാടാ അഭിരാമിയും അയാൾ ശാരദ എവിടെടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തേക്ക് വന്നിട്ട് അയാൾ കണ്ണുരുട്ടി പേടിപ്പിച്ച് വീണ്ടും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു ടെൻഷനും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിക്കുമല്ലോ. ആ സെയിം ബുദ്ധിമുട്ടിന് പുരുഷോത്തമന് തോന്നുകയാണ്. തലയ്ക്ക് ഓൾറെഡി നല്ല അടി കിട്ടിയിരുന്നല്ലോ. സാർ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ പറ ആരാടാ പറഞ്ഞത്? എവിടെയാടാ അവര് എന്നൊക്കെ ചോദിച്ച് വീണ്ടും ടോർച്ചർ ചെയ്യുന്ന പോലെ ശാരദ സംസാരിക്കുന്നുണ്ട്. ആന്റി മിണ്ടാതിരിക്ക്, ഞങ്ങൾ ചോദിക്കല്ലേ, ഞാൻ ചോദിച്ചോളാമെന്ന് അജയ് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ വല്ലാണ്ട് വയലിലാവാണ് ഭവാനി. തൻ്റെ പേരെങ്ങാണം പറയുമോ എന്നൊരു പേടിയും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾക്ക് ബോധം പോകുന്ന പോലെ പോകുന്നുണ്ട്. ഭവാനി പെട്ടെന്ന് പുറകോട്ട് വലിയുവാണേ. ഡോക്ടറെ എന്നും പറഞ്ഞ് സത്യനും അജയനെ വിളിക്കുമ്പോൾ ഡോക്ടർ ഓടി വരുന്നുണ്ട്. മുഴുവനായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് പറ്റി? പെട്ടെന്ന് ഹൈപ്പർ ടെൻഷനാണെന്ന് തോന്നുന്നു, അദ്ദേഹം കോമയിലേക്ക് പോയി എന്ന് പറയാണ്. കോമയിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ അതെ, തലയുടെ അടി നല്ല ബലമായിട്ടായിരുന്നു. ഞങ്ങൾ സ്കാൻ ചെയ്യാൻ കൊടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് റിസൾട്ട് വന്നത്. തലയ്ക്ക് നല്ല ശക്തിക്ക് അടിയേറ്റിട്ടുണ്ട്. ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഹൈപ്പർ ടെൻഷൻ കൂടെ ആയപ്പോൾ അവർ കോമയിലേക്ക് പോയി എന്ന് പറയാണ്. സത്യം ചോദിക്കാണ്, ഉണ്ടായിരുന്ന ഒരു തെളിവ് കൂടി നശിപ്പിച്ചല്ലോ നീ? ഭവാനിയെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ ശാരദയും അഭിരാമിയുടെയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു തെളിവുണ്ടായിരുന്നു നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അജയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഭവാനി സമാധാനമായെന്നും പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ഭൂമി പോയിട്ട് കൈയെല്ലാം ഡ്രസ്സ് ചെയ്തുകൊണ്ട് തിരിച്ചിറങ്ങി വരികയാണ്. എൻ്റെ ഭൂമിമോള് കാരണമാണ് ഇന്നെനിക്ക് അയാളെ കാണാൻ പറ്റിയത് എന്ന് പറയുമ്പം അജയും ചോദിക്കുകയാണ്, അതെങ്ങനെ? ഭവാനി ഞെട്ടലോട് കൂടിയിട്ട് അത് കേൾക്കുന്നുണ്ട്. അല്ല, ഇന്ന് ഭൂമി പ്രാർത്ഥിച്ചു എൻ്റെ മകളെയും എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യനെയും എത്രയും പെട്ടെന്ന് എൻ്റെ ഇടയിലേക്ക് എത്തിക്കണേന്ന്.
ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച ആ സെക്കൻഡിലാണ് പുരുഷോത്തമൻ എൻ്റെ അരികിലേക്ക് വന്നത്. അതിനർത്ഥം എൻ്റെ ഭാര്യയുടെയും എൻ്റെ മകളുടെ അടുത്തേക്ക് എത്താനുള്ള ദൂരത്തിനല്ലേ. അത് കേട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് പറയാണ്. എങ്കിലും കാണാൻ പറ്റില്ലല്ലോ, വല്ലാത്ത കഷ്ടമായിപ്പോയി. അദ്ദേഹം എന്തോ പറയാൻ വന്നതാ. ആ സമയത്ത് തന്നെ ആദ്യം വന്നെല്ലാം കുളവാക്കി. അത് പിന്നടാ ഞാൻ എന്ന് പറയുമ്പോൾ വേണ്ട, ഒന്നും പറയണ്ട. ഭൂമി വായെന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെയും കൂട്ടി എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങാണ്. ഭൂമിനെ അജയുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് ആക്കിയേക്കാൻ പറഞ്ഞിട്ട് അജയും അമ്മാവനും പിന്നെ ഭവാനിയും കൂടെ കൂടിയിട്ട് നേരെ സൗഭാഗ്യമംഗലത്തേക്ക് ചെല്ലാണ്. അങ്ങനെ സൗഭാഗ്യമംഗലത്തേക്ക് എല്ലാവരും വരുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തായി മോനെ, ആ പുരുഷോത്തമൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തായി? ഞങ്ങളെല്ലാം ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എല്ലാം കുളമായി അമ്മേ എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്തു പറ്റി? അപ്പോഴേക്കും സത്യം പറയാണ്, ഈ ഭവാനി വന്ന് അവസാന നിമിഷം എല്ലാം കുളം തോണ്ടി. അയാൾ സത്യം പറയാൻ തുടങ്ങിയതാണ്. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് എന്തൊക്കെയോ പറയാൻ വന്നതാ. പക്ഷെ ആ സമയത്തിന് ഭവാനി ഒന്ന് എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. സംഗീത ചോദിക്കുകയാണ്, അല്ല ഭവാനി, നീ ഇവിടെ തന്നെ ഇരുന്നല്ലേ, നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്? പോയ വിവരം ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. നീ മുറിയിലുണ്ടായിരിക്കുന്ന ഞങ്ങൾ കരുതിയത്. അത് പിന്നെ നമ്മുടെ അഭിരാമി മോളുടെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വല്ലാണ്ട് വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിപ്പിച്ചതാ. അങ്ങനെ ചെന്നപ്പോഴാണ് അയാൾ ഓരോന്ന് മുക്കിയും മൂളയും പറഞ്ഞേ. അതുകൊണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വല്ലാണ്ടങ്ങ് ട്രിഗറായി. അങ്ങനെയാ അതൊക്കെ സംഭവിച്ചത്. സോറി എന്ന് പറയുന്നുണ്ട്. സത്യൻ വിഷമത്തോടുകൂടി അവിടെ ഇരിക്കുകയാണ്. അവസാനം ഉണ്ടായിരുന്ന ഒരു ചാൻസ് ആമേ, അത് നഷ്ടമായി എന്ന് പറയുന്നുണ്ട്. ഭൂമി മോള് കാരണമാ ഇന്നയാളെ കാണാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, എപ്പോഴും ഒരു ഭൂമി, അയാൾ ആരാ? അവൾ ആരാ? അവളല്ലേ, അവളാണോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സഹായിച്ചത്? അതെ, ഭൂമിമോളാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ എൻ്റെ ഭാര്യയും മകളെയും കാണാൻ കഴിയണേന്ന്. ആ നിമിഷം തന്നെ അയാൾ വന്നെൻ്റെ കൺമുമ്പിൽ പെട്ടു എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ വലിച്ച, ദയവ് ചെയ്ത് അവളുടെ കാര്യം പറയല്ലേ. അത് കേൾക്കുമ്പം എനിക്ക് ചൊറിഞ്ഞു കയറി വരുക. ദയവ് ചെയ്ത് അതൊന്ന് ഒഴിവാക്ക് എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഭവാനിയാണെങ്കിൽ അവിടെ മിണ്ടാതെ മാറി നിൽക്കുകയാണേ. അപ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അയാളുടെ സംസാരത്തിലും കണ്ടില്ലായിരുന്നു അമ്മാവ. അയാൾ ആകെപ്പാടെ പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു. ആരോ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് അയാൾ പറയാൻ വന്നതുപോലെ. കണ്ടാ നിമിഷം ഇങ്ങോട്ട് പറഞ്ഞെന്നുണ്ടെങ്കിലേ അയാൾ പണ്ടേ പറഞ്ഞേനെ. പക്ഷേ ആരെയോ അയാൾ പേടിക്കുന്നുണ്ട് എന്ന് പറയാണ്. അതൊക്കെ വിട അജയ് ദേ ഇതൊക്കെ നോക്കിയേ. ഇതിലേത് മെഹന്തി സ്റ്റൈലാണ് നമ്മുടെ നിശ്ചയത്തിനുണ്ടത്? ഏത് സാരി വാങ്ങിക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും അമ്മ എനിക്ക് തിരക്കുണ്ട്, ഞാൻ മുറിയിലേക്ക് പോവാ എന്നും പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് പോയതിനു ശേഷം അവൻ നോക്കുമ്പം അവൻ്റെ കട്ടിലാകപ്പാടെ കുറേ ഡ്രസ്സുകളൊക്കെ പറക്കി വെച്ചിരിക്കുക. അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അഞ്ജന കയറി വരുന്നുണ്ട്. അമ്മയല്ല, ഞാൻ ഡ്രസ്സുകളെല്ലാം ഇങ്ങോട്ടേക്ക് വെച്ചത്. ഇതൊക്കെ ആറ് ഡ്രസ്സാ? എൻ്റെ ഡ്രസ്സാ? നിൻ്റെ ഡ്രസ്സ് തന്നെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? അത് പിന്നെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ അല്ലേ വെക്കേണ്ടത്? അതപ്പോഴല്ലേ, മര്യാദയ്ക്ക് എടുത്ത് മാറ്റ് എന്ന് പറയുന്നുണ്ട്. ഓ, ഇത് വെച്ചതിനെ ഇത്രയും പാട്. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം അവളുണ്ടോ നോക്കിക്കേ. എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കബോർഡ് തുറന്ന് നോക്കാണ്. അവൻ്റെ കാമുകിയുടെ ഫോട്ടോ കാണുന്നില്ല. എവരടി, അവളുടെ ഫോട്ടോ എവിടെ എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഞാൻ കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചു. സ്റ്റോർ റൂമിലോ? അവളുടെ ഫോട്ടോയോ? മര്യാദയ്ക്ക് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ അത് തനിസ്വരൂപം നീ കാണും. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. മര്യാദയ്ക്ക് പോയി എടുത്തോണ്ട് വാടി എന്ന് പറയുമ്പോഴേക്കും അവൾ പേടിച്ചിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അഞ്ജനയാണെങ്കിലോ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഹോ ശല്യം, ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നോർക്കാണ്. അങ്ങനെ ഇവർ നിശ്ചയ ദിവസം ആവുന്നുണ്ട്. നിശ്ചയ ദിവസം ഈ ഒരു അഞ്ജനയെ കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സംഗീതയും അതുപോലെ ഈ സത്യനും പിന്നെ നമ്മുടെ അജയുടെ പെങ്ങളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. ആ ഒരു സമയം നമ്മുടെ സത്യൻ്റെ വൈഫ് അവളുണ്ട് കേട്ടോ. അവരിപ്പോൾ പിച്ചക്കാരിയാണ്. അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു. ആ ആക്സിഡൻറ്റോട് കൂടിയിട്ട് അവർ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്ന് മുതൽ പല സ്ഥലങ്ങളിലും ഭിക്ഷയാചിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ അവരുടെ ജോലി. ആരും തിരിച്ചറിയുന്നില്ല, ഓർമ്മയില്ല, അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ നടക്കാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ അഭിരാമി മോളെയും കാണാതെ പോകുന്നത്. അവിടെ നിന്നാണ് ഭവാനി അഭിരാമി എടുത്തുകൊണ്ട് വന്നിട്ട് അച്യുതനെ കൈമാറുന്നിട്ടോ കൊല്ലാനായിട്ട്. എന്നാൽ അവൾക്കും ഈ ശാരദ എവിടെ പോയെന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും ഇല്ല. സത്യൻ്റെ ഭാര്യ എവിടെ പോയെന്നുള്ള കാര്യത്തിൽ ഭവാനിക്കും യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അറിഞ്ഞതെങ്കിൽ ഉറപ്പായിട്ടും അവർ കൊന്നു കളഞ്ഞാനെ. പക്ഷെ അറിയില്ലല്ലോ.
അങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ വാതിക്കൽ മുഖം ഇങ്ങനെ പകുതി മറിച്ചുകൊണ്ട് ഭിക്ഷ യാചിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇവര്. ഈ സമയത്ത് അകത്തേക്ക് കയറിപ്പോകാൻ പോയ ഇവരെല്ലാവരും അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോകാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അങ്ങോട്ട് തിരിഞ്ഞ് ഫോൺ ചെയ്യുമായിരിക്കും സത്യൻ. തിരിഞ്ഞു നോക്കുമ്പം ശാരദനാണ് കാണുന്നത്. കാണുമ്പോഴേ അയാളൊന്ന് ഷോക്കാവുന്നുണ്ട്. പക്ഷെ പകുതി മുഖം മറിച്ചിരിക്കുകയാണ് സാരത്തലപ്പ് കൊണ്ട്. അയാൾ റോഡ് ക്രോസ് ചെയ്ത് അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. അവളെ തന്നെ കുറേ നേരം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പേഴ്സിൽ നിന്നും 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് അവർക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ഒരു സംശയം പോലെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് സംഗീത ഏട്ടാ വാ ഏട്ടാ എന്ന് പറയുന്നുണ്ട്. സംഗീതയെ അത് പിന്നെന്ന് പറയുമ്പം എൻ്റെ ഏട്ടാ സമയം പോകുന്നു, ഇങ്ങോട്ട് വാ, നമുക്ക് ഫംഗ്ഷന് പോകേണ്ടതല്ലേ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയം ആ ഒരു ഭിക്ഷക്കാരത്തിനെ നോക്കിക്കൊണ്ട്, ഭിക്ഷക്കാരിയല്ല ശാരദത്തിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി പോവാണ്. അദ്ദേഹത്തിന് എന്തൊരു ഡൗട്ട് അടിച്ചു. ആ മുഖം മറക്കാതിരിക്കുകയാണെങ്കിൽ കണ്ടേനല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ സീരിയലിലെ ലാസ്റ്റ് ഭാഗം ഏകദേശം 2 വർഷം കഴിയുമ്പോഴാണ് ശരിക്കും ഇവരെ കണ്ടുമുട്ടുന്നത് കേട്ടോ. ഏകദേശം തെലുങ്കിലിപ്പോൾ 2 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ ഒന്നിക്കുന്നത്. അങ്ങനെ സത്യനകത്തേക്ക് കയറിപ്പോവാണ്. അവിടെ പോയിട്ട് പൂജാകർമ്മങ്ങളും വിധികളും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പൂജാരി പറയാണ്, ഈ 2 നാളും തമ്മിൽ യാതൊരു ചേർച്ചയില്ലല്ലോ, ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന കാര്യം തന്നെ സംശയമാണ് എന്ന് പറയുമ്പം അഞ്ജനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. സങ്കടപ്പെടാതെ മോളെ, അതൊന്നും സാരമില്ല, തിരുമേനി എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് സംഗീത ചോദിക്കുമ്പം ആ ആൾത്തറയിൽ അവിടെ ഇങ്ങനെ പുരുഷൻ്റെ സ്ത്രീയുടെ രൂപം കാണും, അതിൽ പോയി മാല ഇട്ടാൽ മതി എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇവർ അവിടെ പോയിട്ട് മാല ഇടുന്നുണ്ട്. ശേഷം തിരികെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംഗീതയ്ക്കാണെങ്കിലോ ഭയങ്കര വിഷമമാണ്. കാരണം ഈ ഒരു കല്യാണം നടക്കുമെന്ന് അവൾക്ക് യാതൊരു ഇതും ഇല്ല. കാരണം അജയ്ക്ക് തീരെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം സംഗീതയ്ക്ക് അറിയാം. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സംഗീത ഭർത്താവ് മാധവനോട് പറയുന്നുണ്ട് അവന് ഈ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. അങ്ങോട്ടേക്ക് സത്യനും കയറുകയാണ്. ഏട്ടാ, അവന് തീരെ താല്പര്യമില്ലാത്ത ഈ വിവാഹം നമ്മൾ നടത്തണോ? അത് വല്ലത് വിഷമാവില്ലേ? അവന് ആകെപ്പാട് സങ്കടത്തിലാ. എൻ്റെ ഭവാനി, എൻ്റെ ആദ്യമേ പറഞ്ഞു പോയ കാര്യമില്ല ഇതൊക്കെ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞത്? നിശ്ചയമാണെങ്കിലോ ഇങ്ങടുത്തു. പിന്നിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് ചെയ്യാനാ, എൻ്റെ മോള് അഭിരാമിയെ കൊണ്ട് അവനെ കെട്ടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തായാലും അവളിപ്പോൾ ഇല്ലല്ലോ, അതിന് പകരമല്ലേ അഞ്ജന എന്നിങ്ങനെ സത്യം ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാ, പക്ഷെ അവൻ്റെ ഫീലിങ്സ് നമ്മൾ കാണണമല്ലോ. അവൻ ഇഷ്ടപ്പെടാത്ത വിവാഹം കഴിപ്പിച്ച് അവൻ്റെ ജീവിതം നരകത്തിലാക്കണമെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം അതൊക്കെ മാറിക്കോളും. രണ്ടുപേരും വിവാഹം കഴിച്ച് പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പം ആ പ്രശ്നമൊക്കെ മാറിക്കോളും. നമ്മൾ അതൊന്നും കരുതേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് സത്യൻ സംഗീതനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഭൂമിയുടെയും അവൻ്റെ വിവാഹം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പോട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.